കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നിന്ന് നമ്മളെ ഭക്തരെ കാത്തിരിക്കുന്നത് നോക്കണ്ടേ. എന്തായാലും നമുക്ക് കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമുക്ക് അത്തിമര ഗണപതിയൊക്കെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരം കാണാം. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കിയാൽ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കേശവൻ്റെ, ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയൊക്കെ കാണാം. അങ്ങനെ കണ്ട് തൊഴുത് വരുമ്പോൾ നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അവിടെ നിന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത എന്ന് പറയുന്ന ആ തൂണ് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിമനോഹരമായ കാഴ്ചയാണെന്ന് കാണാനുള്ളത്. അങ്ങനെ ഭഗവാന്റെ ആ കാൽപാദങ്ങൾ കാണണം. ആദ്യം തന്നെ കാൽപാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉരല കാണണം കേട്ടോ. ഉരലിങ്ങനെ ചന്ദനം കൊണ്ട് ഇങ്ങനെ നല്ല കട്ടിയിൽ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ഉണ്ണി. അപ്പോൾ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു, കാൽത്തളകൾ കാണാണ്ട്. പിന്നെ അങ്ങനെ ആ പട്ട് കോണകം ഇങ്ങനെ എടുത്തിട്ട് പട്ടും കുറച്ച് ഞെറിഞ്ഞു കൊടുത്തിട്ട് അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ കണ്ട് നോക്കുമ്പോൾ മുകളിലിങ്ങനെ ആ വീതിയിലുള്ള കസവൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ്. അങ്ങനെ കുമ്പയൊക്കെ, കുഞ്ഞു കുമ്പ് ഇങ്ങനെ നല്ല വീർത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാണ്ട്, 2 കൈവളകൾ കാണുന്നു, തോൾവളകൾ കാണുന്നു, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ ആ ഒരു മുല്ലമുട്ടുമാല, അതേപോലെ തന്നെ ആ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാല 2 ഉണ്ട്. തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതൊന്നും, തെച്ചിയും തുളസിയായിട്ടുള്ളതും, അങ്ങനെ 2 തിരുമുടി മാലകൾ ആ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. 3 പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അതേപോലെ വലത്തെ കയ്യിൽ വെണ്ണ ഉരുളെങ്ങനെയുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്. യശോദാമ്മ കയറ്റി വെച്ചതാണ് തോന്നുന്നുണ്ട്. ഉരുളിൻ്റെ മുകളിലിരിക്കുക, വിഴരുതിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ, ചെറിയ കുട്ടിയാണേ. അപ്പോൾ അവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞപ്പോൾ വെണ്ണ ഉരുളിയുണ്ട്, ഓടക്കുഴലും ഉണ്ട്. അപ്പോൾ 2 സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് ഭക്ഷണം കഴിക്കാനും ഒന്ന് തൻ്റെ നാദവും. അപ്പോൾ പിന്നെ 2 ഇഷ്ടപ്പെട്ട കാര്യം ആവുകൊണ്ട് അവിടെ നിന്ന് അനങ്ങാതിരിക്കുകയാണ്. ആ ഒരു അനുസരണമുള്ള കുട്ടിയായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്. ഞാനിപ്പോൾ ഉരലിൻ്റെ പുറത്തായിരിക്കണം കേട്ടോ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ആ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണതേ. അപ്പോൾ നമ്മളിങ്ങനെ കാണുകയാണ്. കണ്ടിട്ട് ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ ആ ഒരു കളഭത്തിൻ്റെ അലങ്കാരം കാണാൻ വളരെ മനോഹരമാണ്. പിന്നെ ഉണ്ടമാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ള, അതേപോലെ തന്നെ ഏകദേശം വനമാല പോലെ ഉള്ളതാണ്. അതേപോലെ മുകളിൽ 2-3 ഉണ്ടമാലകൾ കാണാണ്ട്, തുളസിമാലയാണ്. പിന്നെ ഒരു താമരയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുത് നേരെ വരുമ്പോൾ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുക. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുക. അതേപോലെ അവിടുന്ന് തിരിഞ്ഞു നിന്നാൽ നേരെ നമ്മുടെ ചുമരിൻ്റെ മുകളിലെ അല്ലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തിരക്കൊന്നുമില്ല, വളരെ സുഖമാണ്. അങ്ങനെ വന്ന് അവിടെ കാണാം. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ടുള്ള അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. കൊമ്പ്, തുമ്പി, കൈയൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ടിങ്ങനെ ചാർത്തിയിട്ട് കളഭമായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള അലങ്കാരം. അതേമാതിരി പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ട് ഗോപിക്കുറിയൊക്കെ ഇങ്ങനെ തൊട്ടിട്ടുണ്ട്. അതേപോലെ 2-3 മാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണ്ണമാല ഉണ്ട്. നല്ലൊരു പാവമുണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഗണപതി ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക.
സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് വരുമ്പോൾ നേരെ ചെറിയ ഗണപതിനൊക്കെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാനായിട്ട് പോവാം. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴും ധാരാളം മാലകളുണ്ട്. ചെണ്ടുമല്ലിമാല ഉണ്ട്, തുളസി മാലകൾ ധാരാളമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് പ്രാർത്ഥിക്കാം. അതിന് ശേഷം ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വരുന്നത് കണ്ണനെ കാണാം. പിന്നെ അതേപോലെ മുരുകനെ കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്ന് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ആ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ആ താമരക്കണ്ണനെ കണ്ട് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കൊടിമരം കാണാം. കൊടിമരത്തിനെ ഒന്ന് കണ്ട് വണങ്ങാം. പിന്നെ മണിക്കിണർ നോക്കി തൊഴുക. അതേപോലെ നൃത്താറ നോക്കി തൊഴുത് കുറൂരമ്മേനെയും നാരദരിയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. ഇടത്തരകത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് വരുമ്പോൾ ഇന്ന് അവിടെ ഈ കോളേജ് ഇറക്കിയെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു പച്ച പട്ട് ബാക്കിലിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ധാരാളം പുഷ്പങ്ങൾ ഇങ്ങനെ അർച്ചന വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചുവന്ന പട്ടിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ബാക്കി ഇനിയിപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ആ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടുന്ന് അങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഉരുളിൻ്റെ മുകളിലിരിക്കുന്ന ഉണ്ണീനെ കാണാനായിട്ട് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് ഒന്ന് അവിടെ തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ഒന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക. അവിടെ അതാ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ആയി വരണു. വലിയ മാലകളുണ്ട്. അങ്ങനെ ഒരു പൗണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു കറുത്ത കൊണ്ടിങ്ങനെ മുകളിൽ ചുറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ട് തൊഴാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നതിന് ശേഷം നേരെ രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപത്തിലുള്ള കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അനലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിൽ വന്ന് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ നോക്കി കണ്ട് തൊഴുത് അവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ആ ഭഗവതി നടയിൽ വന്നിട്ടൊന്നും കൂടി പ്രാർത്ഥിക്കാം. പിന്നെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അങ്ങനെ തൊഴുത് വന്ന് നേരെ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാനായിട്ട് വരാം. അങ്ങനെ
ആ കൂവളത്തെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കുക മനസ്സിൽ. അപ്പോൾ അവരുടെയും കൂടി അനുഗ്രഹം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.